ഐ ലവ് യു പിന്നെ കാണുമ്പോഴുള്ള സാധനവും നോട്ടവും ലുക്ക് എക്സ്ചേഞ്ചും കൈ ജസ്റ്റ് പോകുമ്പോൾ കൈ പിടിക്കുക പരിപാടികളൊന്നും നടക്കൂലല്ലോ. പക്ഷെ എനിക്ക് ആ സമയത്തും നടന്നിരുന്നു എന്നുള്ളതാണ്. മൊട്ടമാടി, വാട്ടർ ടാങ്ക്. നാട്ടിലാണെങ്കിൽ അടി പാർസൽ തന്നെ ഞാൻ നാട്ടുകാർ അല്ലി കൊന്നേനെ. എല്ലാ ഗ്യാങ്ങിന്റെ കൂടെയും ഒരു 4-5 പെമ്പിള്ളേരുണ്ടാവും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഓക്കെ, ഞാൻ ഡീസലും പോവും, പെട്രോളും പോവും, എല്ലാം എന്തും കറോസിൽ. അന്നൊക്കെയാണ് ഞാൻ കത്തിയെ കൊണ്ട് നടക്കുക. ഫസ്റ്റ് ചോദിക്കുന്ന സാധനം എന്നറിയാമോ? എനക്കാകെ ഊരെ കുടിപ്പിയ ഉറക്കാകെ നണ്ടി പാടറേ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൂച്ച വീട്ടിൽ പോടാന്ന് പറയും. ഇവിടെ ഔട്ടാവൂല. ധ്യാനം ലവ് പண்றாന്ന് പറഞ്ഞു പെട്ടെന്ന്. ഞാൻ ഡേ മച്ചാ ഇവള് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇവള് ഇന്റർവ്യൂ ലഞ്ച് ബ്രേക്ക് ആയപ്പോ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എൻകിட்ட சொன்னதெல்லாம் ഉണ്മയാന്ന് ചോദിച്ചു. എല്ലാം ഉണ്മതാ ഗായത്രി എന്ന് പറഞ്ഞു. എനക്കാകെ ഊരെ കൊടുപ്പൻ சொன்னி അമ്മ. അപ്പൊ ഞാൻ ഊരത്തരുത്. എപ്പോഴെങ്കിലും ഒരു അച്ഛൻ മകൻ കോൺവെർസേഷൻ ഉണ്ടാവില്ലേ? ഇല്ല, അടി ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഓർത്തിരിക്കാൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇഷ്യൂസ് അറിയാൻ ഒരു ഹാർട്ട്ഫുൾ. ഇത്രയും വലിയൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആള് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു ഡ്രാമ മകനുമായിട്ടുള്ള ഒരു സീൻ പുള്ളി കട്ട് ചെയ്ത് കളയും. അങ്ങനെ ഒരു സീൻ പുള്ളിയുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഡ്രാമയുണ്ട്. എവിടെയെന്നറിയാമോ? തല്ലുപിടുത്തം, അടി, പറന്നടി, നെറ്റിക്കടി, മാറ്റം, അങ്ങനത്തെ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാ ആ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. വളരെ വിഷമത്തോടു കൂടിയിട്ട് ഷൈൻ പറയാണ്, എന്റെ അച്ഛൻ എന്നെ നോക്കി എന്റെ പിന്നാലെ നടന്ന് പോയടാ. ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല അടി കിട്ടണം. കിട്ടി നിർത്തി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഒന്ന് രണ്ട് പ്രേമം അതെങ്ങനെ മാനേജ് ചെയ്തിരുന്നു? ഇത് മാനേജ് ചെയ്യുന്ന കാര്യമൊന്നുമില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഫോണില്ല, മൊബൈലൊക്കെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ കോളേജിലും ഫോണൊക്കെ ഇല്ലേ? കോളേജ് എത്തിയപ്പോഴാണ് ഈ ഫോണൊക്കെ ഇതായ സമയം. ഞാൻ പറഞ്ഞ മറ്റേതാകുമ്പോ മറ്റേ ഹോട്ട്മെയില്, ജിമെയിൽ, മറ്റേ യാഹൂ ചാറ്റൊക്കെ ഉള്ള സമയമാണ് ഇതൊക്കെ. അപ്പൊ വല്ലപ്പോഴും ഒരു ഐ ലവ് യു പിന്നെ കാണുമ്പോഴുള്ള സാധനവും നോട്ടവും ലുക്ക് എക്സ്ചേഞ്ചും കൈ ജസ്റ്റ് പോകുമ്പോൾ കൈ പിടിക്കുക പരിപാടികളൊന്നും നടക്കൂലല്ലോ. പക്ഷെ എനിക്ക് ആ സമയത്തും നടന്നിരുന്നു എന്നുള്ളതാണ്. മൊട്ടമാടി, വാട്ടർ ടാങ്ക്, മൊട്ടമാടിയൊക്കെ ഉണ്ട്. ആ സൈഡിലൊക്കെ ചെന്നൈ അല്ലേ ഇതൊന്ന്. നാട്ടിലാണെങ്കിൽ അടി പാർസൽ തന്നെ ഞാൻ നാട്ടുകാർ അല്ലി കൊന്നേനെ. ഇതൊക്കെ ഒരു മെട്രോ സിറ്റിയിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നടക്കുന്ന പ്രാക്ടിക്കൽ. ഇതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇതൊന്നും ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ പിന്നെ അതെല്ലാം ഫോൺ വഴി എല്ലാം ഓപ്പൺ ആയി. ഇപ്പൊ അതൊന്നല്ല ഞാൻ പറഞ്ഞു. കോളേജിൽ ഇത് എങ്ങനെയാ മാനേജ് ചെയ്തതെന്ന്? സ്കൂളിൽ തന്നെയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സി സെക്ഷനിൽ ഉണ്ടായിരുന്ന ജമാൽ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ഞാൻ എ സെക്ഷനിൽ പഠിക്കുന്നു. അപ്പൊ എന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ഓക്കെ, ഇപ്പൊ തൽക്കാലം ശ്രേയ എന്ന് പേരിടും. അപ്പൊ ഞാൻ കാരണം അവരൊക്കെ ഇപ്പോഴും പരിചയത്തിലുള്ള ആൾക്കാരാണ്. എന്റെ സുഹൃത്താണ് ശ്രേയ. ഓക്കെ, അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ഓക്കെ, സ്വാതി എന്ന് വെച്ചു. സ്വാതിയും ശ്രേയ എന്ന് വെച്ചാൽ എല്ലാ ഗ്യാങ്ങിന്റെ കൂടെയും ഒരു 4-5 പെമ്പിള്ളേരുണ്ടാവും. ചാർലീസ് ഏഞ്ചൽസ് ഒക്കെ പറഞ്ഞ പോലെ ഒരു ഗ്യാങ് ഉണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഓക്കെ, എന്നുവെച്ചാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഡീസലും പോവും, പെട്രോളും പോവും, എല്ലാം എന്തും. അപ്പോ കറോസിൽ അങ്ങനെ. അപ്പൊ ഇവൻ ഒരു ദിവസം ജമാല് തന്നെ കേട്ടോ. ഈ ജമാൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, സി സെക്ഷനിൽ പഠിക്കുന്ന ജമാലിന് എന്റെ ബാച്ചിലുള്ള ശ്രേയനോട് താല്പര്യം. അപ്പൊ ഞാനാണ് എന്റെ ബാച്ചിലെ ഗ്യാങ് ലീഡർ. മെയിൻ അവന്റെ ഗ്യാങ് ലീഡർ, അവന്റെ ബാച്ചില്. അപ്പൊ ജമാല് പറഞ്ഞു, ഒരു മീറ്റിംഗ് വെക്കണം മച്ചാന്ന് പറഞ്ഞു. ഞാൻ ചെന്ന മച്ചാ എന്നാ വിഷയം? അപ്പൊ ഇതൊക്കെ വേറൊരാള് ദൂത് വിട്ടിട്ട് നമ്മൾ പറയാം. നമ്മൾ ഡയറക്റ്റ് മിണ്ടൊന്നുമില്ല ഇങ്ങനെയൊന്നും. കാരണം അവൻ വേറെ ഗ്യാങ് ലീഡർ ആണല്ലോ. 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ അവൻ പറഞ്ഞ്, அவனை பார்க்கணும்னு சொல்லி இந்த பேக்கரிக்கு வர சொல்லுன்னு. அவன் சொல்ற இடத்துக்குலாம் நான் வரமாட்டேன், நான் சொல்ற இடத்துக்கு அவனை வர சொல்லுன்னு പറഞ്ഞ. കാരണം അവന്റെ ആണല്ലോ ആവശ്യം. ഞാൻ വേറൊരു ബേക്കറി പറഞ്ഞു. ബേക്കറി രണ്ടും ബേക്കറി തന്നെ. ഓക്കെ, ഞാനൊരു ബേക്കറി പറഞ്ഞ് ആ ബേക്കറിയിൽ ഇവൻ വന്ന്. അപ്പോൾ ഇവൻ വരുന്നതെന്ന് വെച്ചാൽ 2 ബൈക്ക്, ബാക്കിലൊരു കാറ്. പഴയ ടാറ്റാ സോമോയില് 5 വെത്ത് വരില്ല. ഇത് ഈ തെലുങ്ക് പടത്തിലുള്ള പോലെയാണ് സ്കൂൾ ലെവൽ. ചെന്നൈ സ്കൂൾ ലെവലൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന അണ്ണാനഗർ എന്നൊക്കെ പറഞ്ഞ സ്ഥലം എന്ന് വെച്ചാൽ ഇതെല്ലാം ഗ്യാങ്ങും പരിപാടി. ഇതൊക്കെ പറയണെന്ന് വെച്ചാൽ ഈ ഏരിയയിലാണ് വിശാല് പഠിച്ചത്, ആര്യ പഠിച്ചത്, ശ്രീകാന്ത് നടൻ, ഇവരൊക്കെ ഈ ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ അവിടുത്തെ പിള്ളേർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സൂര്യയുടെ നീ വാരണമായിരം കണ്ടു കഴിഞ്ഞാൽ
ഏത്തി ഏത്തി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇല്ലേ, അത് ഫുൾ അണ്ണാനഗർ ടവർ, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഗ്യാങ് ഉണ്ടാവും, ഹോക്കി സ്റ്റംപ്, അടി പിടി, ഇതൊക്കെ വേറെ തന്നെ ഒരു കൾച്ചറാണ്. അപ്പോൾ ഈ സ്കൂളിലെ പെണ്ണിനെ വളച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് അടി ഉണ്ടാക്കുക എന്ന് വെച്ചിട്ട് ക്ലാസ്സിൽ തന്നെ അടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെയാണ് പ്രധാന വിഷയം. പെണ്ണേഴ്സ് പരിപാടി കാര്യങ്ങൾ, ഇത് മാത്രമേ ഉള്ളൂ പ്രധാന വിഷയം. അങ്ങനെ ഇരിക്കും ജമാൽ എന്നോട് വന്നിട്ട് കാണണമെന്നുണ്ട്. കാരണം ജമാൽ ഞാനൊരു മീറ്റിങ്ങിന്റെ സാധ്യത പോലും ഇല്ല. ജമാൽ പറഞ്ഞു പാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പോയി. ജമാൽ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജമാലിന്റെ ബാക്കിൽ സ്വാതി ഇരിപ്പുണ്ട്, എൻ്റെ ബാക്കിൽ ശ്രേയുണ്ട്. ശ്രേയുണ്ട് എൻ്റെ കൂടെ. ഇപ്പം ഞാൻ ബാക്കിൽ നിൽക്കുന്നു, ശ്രേയ ബാക്കിൽ നിൽക്കുന്നു, ബാക്കി എൻ്റെ ഗാങ്ങിലുള്ള 4-5 പേരുണ്ട്, അവൻ്റെ ഗാങ്ങിൽ 6-7 പേരുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ഞാനേ എനിക്ക് ശ്രേയ പിടിച്ചെടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ ബാക്ക് എന്റെ ബാഗ് എന്നൊക്കെ പറഞ്ഞ അമ്മമാര് ബാഗ്. അപ്പൊ ഞാൻ ഇതൊക്കെ സത്യം കേട്ടോ, നീ തള്ളോ ഇരിക്കുന്നത് കറാന്ന് പറഞ്ഞു. എന്നാ പേസറെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, സ്വാതിയെ നീ വെച്ചുക്കോ, ശ്രേയ വേനക്കൂടെന്ന് പറഞ്ഞു. ഓക്കെ, സ്വാതിയെ നീ വെച്ച്, ഇവന്റെ കൂടെയുള്ള സ്വാതിയെ നീ വെച്ചുക്കോ, ശ്രേയ വേനക്കൂടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനല്ലേ, ഞാൻ പെട്ടെന്ന് സ്വാതിനെ നോക്കിയപ്പോ സ്വാതി ഇതാ ദൂരി എന്തായി പറയണ, ഇതെന്താണ് ഇവ എക്സ്ചേഞ്ച്. അപ്പൊ ശ്രേയ എന്നെ നോക്കിയിട്ട് ശ്രേയയും ഇത്. പക്ഷെ എനിക്കും ജമാലിന്റെ ഉള്ളില് ഡീലിങ്, എനിക്കാണെങ്കിലല്ലേ ഇത് പഴയ വടിവേലിന്റെ കോമഡി ഉണ്ട്, അക്കാവ നീ വെച്ചുക്കോ ബേക്കറി എനക്ക് அந்த ഡീലിങ് ரொம்ப പിടിച്ചത്. പക്ഷെ ആ ഡീലിങ് എനിക്കാണെങ്കിൽ ഈ സ്വാതിയോടെ ഒരു ഇഷ്ടക്കുറവില്ല താനും. കണ്ട് കണ്ട് മടുത്തു. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ നോക്കിട്ട് പറഞ്ഞു, ഉള്ളിലാണെങ്കിൽ ആഗ്രഹം ഉണ്ട് താനും എക്സ്ചേഞ്ചിന്. പറഞ്ഞു മറ്റേ അളവക്കധികം ആസപ്പെടാമ്പിള് അതുപോലത്തെ എന്തോ ഒരു കൂറ ഡയലോഗായിട്ട് ഞാൻ അടിച്ചിട്ട് നടക്കുക. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒറ്റ ഡയലോഗ് കൊണ്ട് ഞാൻ ആരായി? ഹീറോ. സ്വന്തം കൂടെയുള്ള ജമാൽ ആരായി? ചെറ്റ. ജമാൽ ആരായി? കാരണം അത് വെച്ചു വിഷയം. അത് സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന കൂടെ നടക്കുന്ന കൂട്ടുകാരിനെ അത് വെച്ചിട്ട് എക്സ്ചേഞ്ച്. എനിക്കാണ് ഡീലിംഗ് ഓക്കെ ആയിരുന്നു. പക്ഷെ എന്റെ അന്നത്തെ പിറ്റേ ദിവസം കൊണ്ട് ശ്രേയ എന്റെ അടുത്ത് മറ്റേ എന്താ പറയണ്ടേ, നിങ്ങൾ ദൈവം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാതിയായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലായി. കാരണം എന്താ, സ്വാതി ഇംപ്രസ്ഡ് ആയി. ഇത് കേൾക്കണ ഒരു കല്ല് 2 മാങ്ങ. എന്തായി? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ലുക്കൊന്നും വേണ്ട. അതെ, ഞാൻ വേറെ ഈ ദിവ്യേച്ചിനെ വളരെ പേഴ്സണൽ കഥകളാണ്. ദിവ്യേച്ചിനെ കൊണ്ടുവന്നിട്ട് മലർവാടി ആർട്സ് ക്ലബിന്റെ Day 1 റിലീസിന് അന്ന് ദിവ്യേച്ചിനെ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് കൊച്ചിയിൽ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പടം കാണിച്ചിട്ട് പിന്നെ കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഒരാളെ പ്രേമിച്ച് ഒറ്റൊരാളെ വൺ വുമൺ മാൻ. പക്ഷെ ആ ലെവൽ ഓഫ് ആ ലെവൽ ഓഫ് ഡെഡിക്കേഷൻ എപ്പോഴെങ്കിലും ധ്യാൻ ചേട്ടൻ ചെയ്തിട്ടുണ്ടോ? ആ ലെവൽ ഓഫ് എല്ലാവരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. എടാ, ഈ ഡെഡിക്കേഷനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന കുട്ടിയോട് നമ്മൾ തോന്നിപ്പിക്കണം, നീയാണ് എൻ്റെ എല്ലാം. അതാണ് അന്നത്തെ കാലത്ത്. അതാണ് ഒരേ സമയം ഇപ്പൊ ഒരു 5 പെൺപിള്ളേരുണ്ടെന്ന് വിചാരിക്കും. ഇതെങ്കിൽ ഞാൻ അന്നൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ ഒന്നുമില്ല. അന്നൊക്കെയാണ് ഞാൻ കത്തിയെ കൊണ്ട് നടക്കുക. ഫസ്റ്റ് ചോദിക്കുന്ന സാധനം എന്നറിയാമോ? എനക്കാകെ ഉര കുടിപ്പിയ, ഉണക്കാകെ നണ്ടി പാടറേ. ഇതൊക്കെയാണ് അവിടെ വർക്കൗട്ട് ആവുക. മനസ്സിലായില്ലേ? ഉണ്ണാനണിക്കാൻ പോകുന്ന ആൾ കൂടെ ഇല്ല, മൂച്ച് ഇതൊക്കെയാണ് ശ്വാസം എല്ലാം. ഇനി ഇതൊക്കെ വർക്കാണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൂച്ച വീട്ടിൽ പോടാന്ന് പറയും. ഇവിടെ വർക്കൗട്ട് ആവൂല, അവിടെ അത് വർക്കാ. എന്നോട് ഇതേപോലെ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലിരിക്കുക. അപ്പോ പേര് പറയാം. അപ്പൊ എന്റെ ക്ലാസ്സിലുള്ള ഇത് ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്ക് ബെഞ്ചിലിരിക്കുക ഞാൻ. ക്ലാസ് ഫ്രീ പീരീഡാ. ഫ്രീ പീരീഡ് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് താല്പര്യമൊന്നുമില്ല. അപ്പൊ എന്റെ ക്ലാസ്സിലാണെങ്കിൽ ശരണ്യാദേവി, ഉമാദേവി പോലത്തെ ചില +2 വേറെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനത്തെ നാടൻ പാവം പിടിച്ച കുട്ടികൾ. അപ്പൊ അതിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയേ ഉള്ളൂ, അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു കുട്ടിയേ ഉള്ളൂ. അവളാണെങ്കിൽ പഠിക്കുകയും ചെയ്യും, അഹങ്കാരിയാണ്. അപ്പൊ ഇവള് ക്ലാസ്സിൽ ബാക്കിൽ ഇരുന്നിട്ട് എന്റെ അടുത്ത് വെച്ച് നിൽക്കുന്നുണ്ട്. എന്റെ അടുത്ത സുഹൃത്ത് സയ്യിദിന് ആരെങ്കിലും കിട്ടിയാൽ മതി. ഓക്കെ,
ആരെങ്കിലും ആ അവസ്ഥ. പഠിക്കുകയില്ല, തോറ്റിരിക്കുകയാണ്. ക്ലാസ്സിൽ നിന്ന് സാറ് എല്ലാ ദിവസവും അടി കിട്ടുന്ന ഒരു സയ്യിദ്. അപ്പൊ സയ്യിദിന് ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് എന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഉമേഷ് വന്നിട്ട് പറഞ്ഞു, സരണ്യ ദേവി സയ്യിദ് ഒന്ന് ലവ് പண்றான்னு പറഞ്ഞു. അപ്പൊ പോ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ഉമാ സയ്യിദ് ഒന്ന് ലവ് പண்றான்னு പറഞ്ഞു. തരുതല എന്ന് പറഞ്ഞു. ഇവരൊക്കെ ആട്ടി വിടുന്നു. അങ്ങനെ പെട്ടെന്ന് ഇവന് മച്ചാ ഉണക്ക് ഇതും സെറ്റ് ആവാതടാ വിട്ടറാ എന്നൊക്കെ പറഞ്ഞു സയ്യിദ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഈ പഠിപ്പിച്ചിട്ട് പെണ്ണിനെ വിളിച്ചിട്ട് ഗായത്രി ധ്യാനുള്ള ലവ് പண்றான்னு പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഡേ മച്ചാ ഇവള് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ലുക്ക് അങ്ങനെ നാണം. അപ്പൊ ഇവൻ എന്നോട് മച്ചാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവൻ പിന്നെ എന്താ സംസാരിച്ചതെന്ന് അറിഞ്ഞൂടാ. ഇവള് ഇന്റർവ്യൂ ലഞ്ച് ബ്രേക്ക് ആയപ്പോ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പഠിക്കുന്ന കുട്ടി, ബുദ്ധിയുള്ള കുട്ടി, സൗന്ദര്യമുള്ള കുട്ടി, അത്യാവശ്യം പഠിക്കുന്ന ക്ലാസ്സിലെ പഠിപ്പിച്ചിട്ട് പെൺകുട്ടി. ഞാനാണെങ്കിലും ക്ലാസ്സിലേ പോവാത്ത അല്ല ആ ഫ്രീ പീരീഡ് അന്ന് ഉള്ളതുകൊണ്ടാണെന്നൊന്നും ക്ലാസ്സിൽ പോയെന്നെ രണ്ടുപേരെ കാണാന്നൊക്കെ വെച്ച്. അങ്ങനെ എന്നോട് വന്നിട്ട് അമ്മ എൻകിட்ட சொன்னதெல்லாம் ഉണ്മയാന്ന് ചോദിച്ചു. അപ്പൊ ഇവ എന്തോ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഉണ്മതാ ഗായത്രി എന്ന് പറഞ്ഞു. എനിക്കാകെ ഉയരെ കൊടുപ്പൻ சொன்னி അമ്മേ. അപ്പൊ ഞാൻ ഉയരത്തരുത് ഒറ്റ ഡയലോഗാ ഐ ലവ് യു. ഒന്നുമില്ല. അപ്പൊ ഇവൻ എന്നിട്ട് അതിൻ്റെ അടുത്ത് വന്നിട്ട് മച്ചാൻ നോക്കി സെറ്റ് അയച്ചില്ല. എന്നിട്ട് ഇവന് ഞാൻ 500 രൂപയും കൊടുത്ത് സാധനം കഴിഞ്ഞ് 500 രൂപയും കൊടുത്ത്. പിന്നെ ഇവള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് വീട്ടിൽ അപ്പം ரொம்ப സ്ട്രിക്റ്റ്, போன பர்த்டேக்கு ஃபோன் கேட்டேன் கொடுக்க மாட்டேன்றாரு, தயவு செஞ்சு எனக்கு ഫോൺ വാങ്ങി തരിക എന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ. ഫോണോ? അപ്പൊ എനിക്ക് കുറച്ച് ഇത് മനസ്സിലായി. ഞാൻ ഫോൺ അന്നേരം കുഴപ്പമില്ല, ഫോൺ വാങ്ങിച്ചു കൊടുത്തു. വീട്ടിൽ നിന്നൊക്കെ മണ്ടയിലാണ് അന്ന് ഫോണൊക്കെ വന്ന സമയമാണ്, ചെറിയ സമയം. അങ്ങനെ ഫോണും കൊടുത്ത് അന്ന് സംസാരമൊക്കെ ആയി. പിന്നെ അവള് എനിക്ക് വന്ന ഫോൺ കിട്ടിയതിന് ശേഷം അവൾക്ക് വേറൊരാളോട് സംസാരിക്കണ്ടായിരുന്നു. പിന്നെ അവള് സ്കൂള് കഴിഞ്ഞപ്പോഴേക്ക് ലാസ്റ്റ് +2 മോഡൽ എക്സാമിന് തൊട്ട് ഒരു മാസം മുന്നേ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവളെ കണ്ടതുമില്ല. എനിക്കൊന്ന് ഇവക്ക് വേറെ ഏതോ ലവ് ഉണ്ടായിരുന്നു, അവനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ക്ലാസ്സിൽ അത്യാവശ്യം പൈസ ഉള്ള വിധത്തിൽ സ്കെച്ചും തന്നെ എഴുതിയെന്ന് എനിക്ക് പിന്നെ സംശയമായി. എന്നെ വിളിക്കൂല, ഇവിടെ ഫോൺ എപ്പോഴും ബിസി. പിടിച്ച് കിട്ടുക ഇല്ല, അതൊക്കെ ഞാൻ പറഞ്ഞ തമിഴ്നാട്ടിൽ ഇതുപോലത്തെ പല രീതിയിലും ഇമോഷണൽ വർക്കൗട്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതേപോലെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട്. ഞാൻ പറയണില്ല. ഇതേപോലെ തിയേറ്ററിന്ന് നമ്മള് ക്ലബും ക്ലബിൽ നിന്നൊക്കെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച നീ പോയാൽ മതി, വെള്ളി ശനി ഞായറൊക്കെ ആരെങ്കിലും ഒക്കെ സെറ്റ് ആവും. കാരണം അന്നൊക്കെ ഇന്ന് ഇൻസ്റ്റാഗ്രാം ഉള്ള പോലെയോ എന്നുള്ള ഫേസ്ബുക്കോ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ഹുക്കപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവമൊക്കെ ഈ ക്ലബിലും ഇതിലൊക്കെ ആണ് നടക്കുക. ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ്, കോമൺ ഫ്രണ്ട്സ്, അവരിത്. പിന്നെ സിംഗിള് അങ്ങനത്തെ സാധനം, കമ്മിറ്റഡ് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. നിനക്ക് ലവ് പ്രേമമുണ്ട്, നിനക്ക് കമ്മിറ്റഡ് സിംഗിൾ ആണെന്നൊന്നും ചോദിക്കൊന്നുമില്ല. ഒരു ഇഷ്ടം തോന്നുന്നു, ഒരു ഇത് പോകുന്നു, ഒരു 1-2 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു, ഡേറ്റ് ചെയ്തു, പരിപാടി കഴിഞ്ഞു, അടുത്തയാള്. എന്റെ കോളേജിലൊക്കെ ആകുമ്പോ ഇത് തന്നെ. ഇതിലിപ്പോ പ്രത്യേകിച്ച് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല, ആർക്കും ഇല്ലായിരുന്നു. അതായിരുന്നു ഒരു കാലം. അത് ഭയങ്കര വസന്തകാലമായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് ആരും മേ ബി ഞാൻ കണ്ടിരുന്ന ആ സർക്കിളിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയണല്ലോ, അവർക്കെല്ലാം തന്നെ അതൊക്കെ ഭയങ്കര ഓപ്പൺ റിലേഷൻഷിപ്സും. ഈ അർപ്പിതയാണ് നമ്മുടെ കമ്പാനിയനാവണ്ടേ, ലവ് ആണ് അങ്ങനെ തോന്നിയ സമയം എപ്പോഴും? അല്ലല്ല, അർപ്പിത നമ്മളെ കൂടെ ഒരുപാട് കാലമായിട്ട്, അർപ്പിത സുഹൃത്തായിട്ടും ഇതായിട്ടൊക്കെ ഒരുപാട് കാലം. കാരണം അർപ്പിത ഡൽഹി പഠിച്ചു, പിന്നെ ചെന്നൈയിൽ വന്ന് പഠിച്ചു. അവിടെ നിന്ന് തൊട്ടിട്ട് എനിക്ക് ഓർക്കുട്ട്, ഹൈഫൈ ഓർക്കുട്ട് ഒക്കെ ഉണ്ടായിരുന്ന സമയം തൊട്ടിട്ടുള്ള പരിചയം. ഇപ്പൊ 2007. അപ്പൊ അന്നൊക്കെ തൊട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉള്ള സമയം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്തു ഒരുപാട് വർഷം. ഓക്കെ, അങ്ങനെ ഒരാൾ മാത്രമേ നമ്മുടെ കൂടെ ഒരു നീണ്ട കാലയളവോളം നമ്മുടെ കൂടെ സുഹൃത്തായിട്ടും ഒരു സ്റ്റഡി ആയിട്ട് ഒരാളോട് നമ്മളോട് നിന്ന പുള്ളിക്കാരി മാത്രമാണ്. ബിക്കോസ് എന്നെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ അന്തവും കുന്തവും ഇല്ല, മേലാകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് ജീവിച്ച ഒരാളുടെ കൂടെ ഒരാള് സുഹൃത്തായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. പ്രത്യേകിച്ച് ഞാൻ ഒരിക്കലും ഒരാളെയും കീപ്പ് ഇൻ ടച്ച് ചെയ്യലോ അല്ലെങ്കിൽ ഉള്ള സമയത്ത് ഇപ്പൊ ഞാൻ നിന്നെ എപ്പോഴും വിളിക്കാറുണ്ട്. എനിക്ക് നിന്നെ നല്ല പരിചയമുണ്ട്, ബന്ധമുണ്ട്. ഇപ്പൊ മീഡിയയിലുള്ള എത്ര പേര് ആരെയും ഞാൻ വിളിക്കാറ് ഫോൺ എടുക്കില്ല.
കാരണം നമ്മളുള്ള സ്ഥലത്ത് സമയത്ത് നന്നായി ആ ഒരു സമയം ചെലവഴിക്കുക, ഇതാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. എപ്പോഴും ഈ മറ്റേ ഒരു പ്രസ് മീറ്റ് പറഞ്ഞില്ലേ, നമ്മള് ഭയങ്കര കഴിവുള്ള ആളാവണമെന്നുണ്ട് ഇല്ല, നമുക്ക് ഒരുപാട് എന്താ പറയാ പണം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, നമ്മൾ ആളുകളെ വെറുപ്പിക്കരുത്. ഇത് എപ്പോഴും ഒരു റിയാലിറ്റി ആയിട്ട് ലൈഫിൽ ഹിറ്റ് അടിച്ചപ്പോഴാണ് നമ്മൾ നൈസായി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? പ്രത്യേകിച്ച് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയ കാലയളവല്ലേ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ, മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു റിയാലിറ്റി അല്ലേ. നമ്മളിപ്പോ ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇത്രയും ഇനി നാളെ നീ ചത്തുപോകും. ഓക്കെ, ഇപ്പൊ നമ്മളൊരാളെ ഓർക്കുന്ന സമയത്ത് അയാൾ മരിച്ചു പോയതിനു ശേഷം നമ്മൾ പറയില്ലേ നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലതല്ലേ ഉള്ള സമയത്ത് നല്ല ഓർമ്മകളും നല്ല സംഭവം ഉണ്ടാക്കി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധങ്ങളൊക്കെ തന്നെ എല്ലാം ഒരു ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്ഡ് ആണ് എല്ലാവരും. അതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് വർക്കായിട്ടുള്ള ഒരു സാധനം അതാ. അത് വീട്ടിലുള്ള ആൾക്കാരുമായിട്ടായിക്കോട്ടെ എല്ലാവരുമായിട്ട്. ബിക്കോസ് എനിക്ക് ഏറ്റവും സെറ്റ് ബാക്സ് കിട്ടിയിട്ടുള്ളതൊക്കെ എൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും പ്രത്യേകിച്ച് ഞാൻ കാരണം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം. അപ്പൊ അന്നോട്ടൊക്കെ നമ്മൾ ഒരു കാലയളവ് മുഴുവൻ വളരെ ഒറ്റയ്ക്കും ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. സുഹൃത്തുക്കളില്ല, ഒരു വീട്ടുകാരില്ല, അങ്ങനെയുള്ള സമയത്തൊക്കെ കടന്നു പോയത് കൊണ്ട് തന്നെ ആ സമയമൊക്കെ നമ്മളെ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ നാളെ ഇപ്പൊ പിന്നീട് സിനിമയിൽ വരും എന്നൊന്നും നമ്മളന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അന്നേ ഡിറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ സിനിമയിൽ വന്നപ്പോഴും കുറച്ച് സുഹൃത്തുക്കൾ വന്നപ്പോഴും നമ്മൾ കാരിഡ് അവേ ആയില്ല. കുറെ ആൾക്കാർ നമ്മളോട് ഇത് ചെയ്യുന്നു. പിന്നെ വീണില്ല. ഞാൻ ചെറുപ്പം മുതൽ ഇത് കാണുന്നത് കൊണ്ട് തന്നെ ഉള്ളത് ഫാദർ കാണാത്ത ഫാദറിനെ ഇത് ചെയ്യാത്തതൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ശീലങ്ങളൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ഇതുള്ളതെന്ന് വെച്ചാൽ കമ്പനി അടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ദിവസവും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അച്ഛനൊക്കെ നാട്ടിലോട്ടൊക്കെ വരുമ്പോൾ സമയത്ത് എല്ലാ ദിവസവും ആഘോഷവും പാർട്ടിയും പരിപാടിയൊക്കെ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മദ്യപാനവും ഇതൊക്കെ അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ ആരും വിളിക്കാതായി. നമുക്കൊരു സോഷ്യൽ സർക്കിൾ ഇല്ലാതായി. കാരണം ഈ സോഷ്യൽ സർക്കിളൊക്കെ നിലനിന്നിരുന്നത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന കമ്പനി കൂടലും ഇതിന്റെ എല്ലാവരും നമ്മളെ വിളിക്കില്ല ആൾക്കാർ. ഒന്നും കൊണ്ടല്ല, അവനെ വിളിച്ചിട്ട് അവൻ അടിക്കില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു കാലം വന്നു. സോ ഹാപ്പി ടു എന്താ പറയണ്ടേ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോവാൻ ഓക്കെ ആയിരുന്നു. ഞാനിവിടെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഷൈൻ ടോം ചാക്കോന്റെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് റോണി ഡേവിഡ് രാജ് ഒരു ബൈറ്റ് പറയുന്നുണ്ടായിരുന്നു. അതായത് വളരെ വിഷമത്തോടു കൂടിയിട്ട് ഷൈൻ പറയാണ്, എൻ്റെ അച്ഛൻ എന്നെ നോക്കി എൻ്റെ പിന്നാലെ നടന്ന് പോയടാ, ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ ചെവിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിങ്ങി പൊട്ടിക്കറിയാണ് അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഒപ്പം ഒക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് റോണി പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലി ഉണ്ടാവുള്ളൂ, എന്തൊക്കെ വന്നാലും അവരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഇതൊക്കെ താൽക്കാലിക ലഹരി മാത്രമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഭയങ്കരമായിട്ട് വൈറലാണ്ടായിരുന്നു. ശരിക്കും നമുക്കൊരു ഡ്രഗ് ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു അഡിക്ഷൻ ഉണ്ട്. ഇത് എങ്ങനെയാ നമ്മൾ അതിൽ നിന്ന് കളഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക? അല്ല, ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളിത് നീ ഇപ്പം വൈകി ഇപ്പൊ ഷൈൻ്റെ കേസിലായിക്കോട്ടെ, ഇപ്പൊ ബാസിയുടെ കേസിലായിക്കോട്ടെ, ബാസി എൻ്റെ അടുത്ത സുഹൃത്താണ്, ഷൈനെ അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഇവരൊക്കെ സിനിമയിലും ഈ ഗ്ലാം ആൻഡ് ഗ്ലിറ്റർ വന്നതിന് ശേഷം സിനിമയിൽ ഇവരൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. ഓക്കെ, ഇതൊക്കെ വന്നതിന് ശേഷം വളരെ ലേറ്റർ സ്റ്റേജിലാണ് ഇതിലോട്ട് അഡിക്ഷനിലോട്ട് പോയത്. മനസ്സിലായില്ലേ? എൻ്റെ കേസിൽ അതല്ല. ഞാൻ വളരെ നിങ്ങളൊക്കെ ഇപ്പം നീ സ്കൂളിൽ പോയിരുന്ന സമയത്ത് അല്ലെങ്കിൽ നീ LKG ഷെഡ്യൂട്ട് പോയിരുന്ന സമയത്താണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ നേരത്തെ അതൊക്കെ നമ്മുടെ ആ സമയത്തുള്ള ജീവിതം, നമ്മുടെ സാമ്പത്തികം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന സ്ഥലം, നമ്മൾ വളർന്ന സ്ഥലത്തിൻ്റെയും കൂടെയാണ്. അപ്പം വളരെ ഏർലി സ്റ്റേജിൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നു. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഇത് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ആളെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ഒരാളുണ്ടാവും അല്ലേ? നമ്മുടെ ഈ ഇരിക്കുന്ന ടേബിളിൽ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരാളുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ഒരാൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോവും. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നിരിക്കും. ഇത് നേരത്തെ കാലത്ത് അങ്ങ് നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡീമെറിറ്റ്സും പ്രോസ് ആൻഡ് കോൺസും ഒക്കെ നമുക്ക് തന്നെ ഒരു പ്രായമാകുമ്പോൾ മനസ്സിലാവും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ സെൽഫ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നിന്നോടൊരു കാര്യം ഒരാൾ പറയുന്നു ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ അത് ചെയ്യും. നിനക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നീ വീണ്ടും ചെയ്യും. അത് തന്നെയാണ് ഞാൻ എൻ്റെ ആയ പ്രായത്തിൽ ഞാൻ ചെയ്തത്. എൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് പറഞ്ഞു നീ ഇത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. എൻ്റെ ചേട്ടൻ ഉൾപ്പെടെ പലരും പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ഉപയോഗിച്ചു. ഇത് നമുക്ക് സ്വയം തോന്നണം. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് അന്ന് അച്ഛനും അമ്മയൊന്നും നമ്മളെ ഇല്ല കൂടെ. ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന കാലം എത്രയോ വർഷങ്ങൾ, 4-5 വർഷം ഞാൻ അച്ഛനും അമ്മയൊന്നും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അച്ഛനും അമ്മയിലും കൂടെ നമുക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുന്നു. ആ ഫ്രീഡത്തിനെ നമ്മൾ മാക്സിമം മിസ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ നമുക്ക് കിട്ടുന്ന സെറ്റ് ബാക്സിലൂടെയും കാരണം ഇതിനോടൊപ്പം നമുക്ക് നഷ്ടമായത് വിദ്യാഭ്യാസം, പ്രണയം,
ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കൂട്ടുകാർക്കിടയിലുള്ള ഫ്രിക്ഷൻ, ആരോഗ്യം, കൂടെയുള്ള ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു, ആക്സിഡൻസ്, ഇങ്ങനെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പ്രണയിച്ച കുട്ടിയുടെ വിവാഹം, ഇതൊക്കെ നമ്മളുടെ ഈ പറയുന്ന ശീലങ്ങളും നമ്മൾ കൃത്യമായിട്ട് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടും ഈ പറയുന്ന അഡിക്ഷനൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഒരു തിരിച്ചറിവ് നമുക്കൊരു പോയിന്റിൽ കിട്ടും. ഓക്കെ, ആ റിയാലിറ്റി ചെക്ക് എനിക്ക് വളരെ നേരത്തെ കിട്ടി. മനസ്സിലായില്ലേ? ഷൈൻ്റെ കേസിലും എടുത്തു പറയുന്ന ആൾക്കാരുടെ കേസിലൊക്കെ തന്നെ എന്താ കേസ് എന്ന് വെച്ചാൽ ഇവർ വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഇതിന് അഡിക്ഷനിലോട്ട് പോകുന്ന സമയത്ത് അത് അവർക്ക് അവരുടെ പ്രായത്തിൽ അവർക്കും കിട്ടിയിട്ടുള്ള സെറ്റ് ബാക്സ് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ ഈ ഗ്ലാമൻ ഗ്ലിറ്റർ ഉണ്ടാകുന്നത്, സാമ്പത്തികം ഉണ്ടാകുന്നത്, അവർക്കുണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അവർക്കുണ്ടായിട്ടുള്ള പല കാരണങ്ങളും കൊണ്ടും ഈ അഡിക്ഷൻ വരാം. പ്രത്യേകിച്ച് ഈ സൊസൈറ്റിയിൽ ഇത് ഭയങ്കര പോപ്പുലറായി തുടങ്ങിയത് അപ്പം ഞാൻ എൻ്റെ ആയ കാലത്ത് നിർത്തി കഴിഞ്ഞ് ഇവിടെ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് ഇവിടെ ഇത്രയും പോപ്പുലർ ആവുന്നത്. അതുകൊണ്ട് തന്നെ നിർത്തിയ സാധനമായിട്ട് എനിക്ക് വീണ്ടും തുടങ്ങേണ്ടി വന്നിട്ടില്ല. ഇതിൻ്റെ ഡിമെറിറ്റ്സ് ഒക്കെ നമുക്കറിയാം, ശരീരത്തിന് എത്രമാത്രം ഇത് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പം ലേറ്റർ സ്റ്റേജിൽ ഒരു ഡി അഡിക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര ടഫാണ്. മനസ്സിലായില്ലേ? ഏത് പോയിന്റിലും ടഫാണ്. പക്ഷേ ഇത് നമുക്ക് കിട്ടി നമ്മൾ അനുഭവിച്ചാലും മാത്രമേ നീ ഇതിൽ നിന്ന് വിട്ടുവരുള്ളൂ. ഒരു വിഷമം നമ്മളെ ഒന്ന് ഹിറ്റ് ചെയ്യണം. ഡെഫിനറ്റ്ലി. അല്ലാതെ നീ എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും നീ കേൾക്കൂല. നിനക്ക് കിട്ടുന്ന സെറ്റ് ബാക്കും നിനക്ക് കിട്ടുന്ന എല്ലാണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം ഓവർനൈറ്റ് ഞാൻ നിർത്തിയേക്കാന്ന് വെച്ചാൽ നിനക്ക് നിർത്താനൊന്നും പറ്റുന്ന ഒരു സാധനമല്ല ഇത്. നിനക്ക് അതിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം വിൽ പവർ ഉള്ള ഒരാളായിരിക്കണം. ഓക്കെ, അത്ര പറഞ്ഞ വിൽ പവർ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇത് അടിക്കണേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല അടി കിട്ടണം. കിട്ടി നിർത്തി. പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു കാര്യം പറയാനുള്ള, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഷൈൻ്റെ കേസിൽ അച്ഛൻ റോണി പറഞ്ഞ ഡയലോഗ് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ഏറ്റവും മോശാരോഗ്യമായതും അമ്മ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ആ വർഷങ്ങളോളം അവർക്കൊരു ട്രോമയായിരുന്നു. ഞാൻ പോയിരുന്ന കാലം മുഴുവൻ അവർക്കിടയിലുള്ള പ്രശ്നം അവരെ ഒരുപാട് വിഷമിപ്പിച്ചതും കരയിപ്പിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ല? ഇതൊക്കെ അവരുടെ കേസിലും അവർക്ക് നേരത്തെ സംഭവിച്ചത് കൊണ്ട് അവർക്കും ഓക്കെ. അല്ലെങ്കിൽ ഈ പ്രായത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഷൈൻ്റെ അച്ഛൻ്റെ കേസിലും അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളൊരു പ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ഇപ്പോൾ അച്ഛനൊക്കെ വാർദ്ധക്യത്തിലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴാണ് ഞാൻ ഈ അഡിക്ഷനൊക്കെ നടക്കുന്നതെങ്കിൽ അവർക്ക് ഇത് മാനസികമായി താങ്ങാൻ പറ്റണമെന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ അത് ഷൈൻ മനസ്സിലാക്കി ഷൈൻ അതിൽ നിന്ന് തിരിച്ച് അല്ലെങ്കിൽ ജീവിതത്തിലോട്ട് റിയാലിറ്റിയിലോട്ട് വന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. പക്ഷേ എൻ്റെ കേസിലെന്ന് വെച്ചാൽ അന്നും ഇത് ആരുപയോഗിക്കുമ്പോഴും മാതാപിതാക്കൾക്ക് ഇത് സ്വാഭാവികമായിട്ടും ഒരു കൺസേൺ ആണ്. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ അച്ഛൻ്റെ പ്രായത്തിലും അല്ലെങ്കിൽ അച്ഛൻ ഇതിലൊക്കെ കടന്നുപോയ ആൾക്കാരാണ് ഇവരൊക്കെ. ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ അന്നും ഉണ്ടായിരുന്നു, അവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. അന്ന് സിന്തറ്റിക് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അന്നും അവൈലബിൾ ആണ്, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അവരും ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ ഇതിൻ്റെയൊക്കെ മെറിറ്റും ഡിമെറിറ്റും എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ചുറ്റും ഈ സാധനങ്ങൾ എന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത് എത്ര വർഷങ്ങളായിട്ട് ഈ ലഹരിയും വെള്ളവും മദ്യവും സിഗരറ്റും ഇതൊക്കെ ഉണ്ട്. ഇത് നിന്റെ ചോയ്സ് അല്ലേ, നീ ഇത് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത്. ഈ അച്ഛൻ്റെ സർക്കാസം ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ചില സമയത്തൊക്കെ അങ്ങനെ എങ്ങനെയാ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അങ്ങനെ ഒരു തമാശ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യ വിഷനിലൊരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസനോട് ചോദിക്കുകയാണ്, രാജീവ് രവി നിങ്ങളുടെ സിനിമകളൊക്കെ രാഷ്ട്രീയ സിനിമകളാണ്, എനിക്ക് ദേഷ്യം തോന്നുന്നു, എനിക്ക് വേദന തോന്നുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ട് എന്നൊരു കമന്റ് പറഞ്ഞു. എന്താ പറഞ്ഞു ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ സാർ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറയാണ്, ആൾക്ക് ദേഷ്യം തോന്നാൻ കാരണം ചിലപ്പോൾ രാജീവ് രവിനെ എൻ്റെ സിനിമകളെങ്ങാൻ പിടിച്ച് കടിച്ചിട്ടുണ്ടാവുന്ന. അതങ്ങ് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പൊട്ടിച്ചിരിക്കുക, നമ്മളും ചിരിക്കുകയാണ്. അത്രയും സീരിയസ് ആയിട്ടൊരു വിമർശനത്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു രീതിയിലൊരു മറുപടി കൊടുക്കണത്. ഇത് എപ്പോഴെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും ഞാൻ ചേട്ടനത് ഒരു നെഗറ്റീവായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഓരോ ആൾക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും, പുള്ളിക്ക് ഒരു രീതി ഉണ്ടാവും, പുള്ളിയുടെ ഒരു സ്റ്റൈല് പറയാണ്, പുള്ളിയുടെ സംസാരിക്കുന്ന രീതി പറയാണ്, പുള്ളിയുടെ തമാശ പറയാണ്, പുള്ളിയുടെ എബിലിറ്റീസ്, അതൊക്കെ പുള്ളി ജീവിച്ച് വളർന്ന സാഹചര്യം ചുറ്റുപാടൊക്കെ പറയുകയാണ്. ഞാൻ ജീവിച്ച് വളർന്നതും ഞാൻ പുള്ളിയുടെ മകനാണെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പുള്ളിയിൽ നിന്ന് ഇൻസ്പയർഡ് ആവുകയോ ഇൻഫ്ലുവൻസ്ഡ് ആവുകയോ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പുള്ളി എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഇതുമാണ് എന്നെ ഞാനിപ്പോൾ എന്താണെന്നോ ഉള്ളത്. അപ്പം അത് ചില വീട്ടിൽ അങ്ങനെ ആയിരിക്കും, അച്ഛന്മാർ പകർന്നു കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ ഉണ്ടാവും, അച്ഛന്മാരുടെ ഫോളോ ചെയ്യുന്ന മക്കളുണ്ടാവും. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അച്ഛനും ഞാനുമായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമ്മൾ ഒരു സമയത്ത് നമ്മൾ 1-2 വർഷം ഒരുമിച്ചുണ്ടായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് വീട്ടിൽ കൂടുതൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ വരുന്നതൊക്കെ ഈ സമയത്താണ്. പക്ഷേ ഞാൻ ചേട്ടാ എപ്പോഴെങ്കിലും ഒരു അച്ഛൻ മകൻ കോൺവെർസേഷൻ ഉണ്ടാവില്ലേ? ലൈഫിനെ പറ്റി, പ്രണയത്തെ പറ്റി? ഇതുവരെ ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാൻ ഒരു കോൺവെർസേഷൻ ഇല്ല.
ഇല്ല, അടി ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഓർത്തിരിക്കാൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇഷ്യൂസ് അല്ല ഞാൻ പറഞ്ഞത്, ഒരു ഇല്ല, ഇല്ല. ഹാർട്ട്ഫുൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു പുള്ളി അത്തരത്തിൽ ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ സാധനത്തിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു ഉത്തരം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള മറുപടി കൊടുത്ത് പുള്ളി അതിനെ കട്ട് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് വിട്ടു ആ കോൺവെർസേഷനെ. അതുപോലെ അങ്ങനെ ഒരു ഡ്രാമ ഇത്രയും വലിയൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആള് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു ഡ്രാമ മകനുമായിട്ടുള്ള ഒരു സീൻ പുള്ളി കട്ട് ചെയ്ത് കളയും. അങ്ങനെ ഒരു സീൻ പുള്ളിയുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഡ്രാമയുണ്ട്. എവിടെയെന്നറിയാമോ? തല്ലുപിടുത്തം, അടി, പറന്നടി, നെറ്റിക്കടി, മാറ്റം, അങ്ങനത്തെ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. അത് ഡ്രാമയല്ലോ, അത് മറ്റേ ഫയറാണല്ലോ. ഞാൻ മകളുടെ കാര്യം ചോദിക്കട്ടെ, മകളിനെ എന്ത് പറഞ്ഞ് ധ്യാൻ ചേട്ടൻ ഉപദേശിക്കുന്നത് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനിത് ചെയ്തിട്ടില്ല, നീ ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒന്നും നമ്മൾ അവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ കാരണം പുതിയ ജനറേഷനിൽ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ്, 6 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ചിന്താഗതി, അപ്പൊ അതൊന്നും പരുവപ്പെട്ടിട്ടുമില്ല. പക്ഷെ എന്നാൽ പോലും ഒരു എന്താ പറയണ്ടേ, ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഞാൻ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ, അവർക്കൊരു സുഹൃത്ത് വരുന്ന സമയത്ത് അവളുടെ കളിപ്പാട്ടം, മറ്റേ കളിപ്പാട്ടവും അവളെ കളിപ്പാട്ടം എടുത്തിട്ട് ഇവള് പോയിട്ട് ഒളിപ്പിച്ചു വെക്കുകയൊക്കെ ചെയ്യും അരങ്ങ് വരുന്ന സമയത്ത്. ഞാൻ പറയും അതൊന്നും ചെയ്യും, നമ്മള് ഷെയറിങ്, ചില ബേസിക് കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഷെയർ ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ആൾക്കാരോട് സംസാരിക്കുക. ചിലവർ വരുന്ന സമയത്ത് ഹലോ, ചില കുട്ടികൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം അത്. ഇവൾ അങ്ങനെയല്ല, ഇവൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. എന്നാലും ചില ആൾക്കാരെ കാണുന്ന സമയത്ത് ഇവള് മൈൻഡ് ചെയ്തൊക്കെ പോയിക്കളെ. അപ്പൊ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം, നമ്മളെ വീട്ടിലൊരാൾ വരുന്ന സമയത്ത് നമ്മൾ ഹായ് പറയണ്ടേ. ഞാൻ നാളെ നിന്റെ ഒരു സുഹൃത്ത് വരുമ്പോൾ ഞാൻ ഹായ് പറയുന്നത് നിനക്ക് വിഷമമല്ലേ? അങ്ങനെ ഞാൻ കോൺവെർസേഷൻസിൽ ഇടപെടാറുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കോൺവെർസേഷൻ. അപ്പൊ യു റൈറ്റ്, മൈ ബാഡ് എന്നൊക്കെ അവള് പറയും. ഓക്കെ, എന്നുവെച്ചാൽ ഇപ്പൊ ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് അറിയാം. ഇപ്പൊ ഞാനത് പറഞ്ഞു അവൾക്കറിയാം. ഞാൻ പറഞ്ഞത് ഈ ധ്യാൻ ചേട്ടന്റെ മകൾക്ക് ഒരു 10-25 വയസ്സൊക്കെ ആയിട്ട് ഒരു ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരികയാണ്. അച്ഛാ, ഞാൻ ഇയാളെയാണ് എന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ പോകുന്നത്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുവന്ന് എന്റെ അടുത്തോട്ട് വരേണ്ട പോലും കാര്യമില്ല. ഓക്കെ, അവളെ ആരെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അവൾ ആ വഴിക്ക് പോട്ടെ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവൾക്ക് ഞാനിപ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് വേണ്ടോ അവൾക്ക് ഇപ്പൊ നീയാണ് നീ എന്റെ മോനാണെങ്കിൽ അച്ഛാ ഞാൻ അതാണ്. ഓ, അത്രേ ഞാൻ പറയുള്ളൂ. നിന്റെ ജീവിതം, നിന്റെ ചോയ്സ്, നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്താ? ഒരു ബേസിക്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കുഞ്ഞുണ്ടാവുന്ന സമയം നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ടത്, ഇങ്ങനൊരു സൊസൈറ്റിയിൽ ഇത്രയും വലിയൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ലോകത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണമെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കണം. മനസ്സിലായില്ലേ? കാരണം ഈ കുഞ്ഞ് നമ്മൾ കടന്നുപോയി അത് അത്തരത്തിലുള്ള എല്ലാ ട്രോമയിലൂടെയും സ്ട്രഗിളിലൂടെയും ഒക്കെ കടന്നു പോകണം. ഇത് നമ്മുടെ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് തന്നെ. മനസ്സിലാക്കും, സത്യമല്ലേ? പെട്ടെന്നൊരു മൈത്രയിലേക്ക് കടന്നുപോയി. പറഞ്ഞിട്ടുണ്ടോ? അപ്പോ അല്ല, ഇതൊക്കെ ഞാൻ എന്റെ കോളേജിലുള്ള സമയത്ത് ഞാൻ എന്തിനാ ജനിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞ പോലെ. അപ്പോ ഞാൻ പറഞ്ഞ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം ആ കുഞ്ഞിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. ബേസിക് അത് പ്രൊവൈഡ് ചെയ്യുക, ബേസിക് മാനേഴ്സ്, അവയർനെസ്, സിവിക് സെൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കുക. തെറ്റ് ശരിയൊക്കെ അവൾ ഇതാക്കണം. പിന്നെ അവൾക്ക് റിലേഷൻഷിപ്പ്, അതിൽ നിന്ന് അവൾ വീണ് പഠിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? പ്രണയബന്ധം അങ്ങനെയാ പഠിച്ചത്. ഞാൻ മനസ്സിലായി, യു ഗ്രോ ഫ്രം യുവർ റിലേഷൻഷിപ്സ്. ഓക്കെ, യു ഷുഡ് ഗ്രോ ഫ്രം യുവർ റിലേഷൻഷിപ്പ്. അവൾക്ക് ഒരുപാട് പ്രണയബന്ധങ്ങൾ ഉണ്ടാവട്ടെ, അതിൽ നിന്നൊക്കെ അവൾക്കൊരു പഠനം ഉണ്ടാവട്ടെ, അവൾ വീണ് പഠിക്കട്ടെ. അത്രേ കാര്യമുള്ളൂ. ഒരുപാട് ട്രോളുന്ന ബേസില് അശ്വമേധത്തില് 11 ചോദ്യങ്ങൾ വരെ GS പ്രദീപിനോട് ചോദിച്ച് പിടിച്ചു തന്നൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള മനുഷ്യനാണ് എന്നുള്ളത് നമ്മളൊക്കെ ഈ അടുത്ത് കണ്ടു. അതൊരു കാര്യമില്ല. അവന് ചെറിയ പ്രായത്തിൽ ആരോ പറഞ്ഞു കൊടുത്ത പോലത്തെ എസ് ഓർ നോ മാത്രം പറയുന്നതുകൊണ്ടാണ്. അത് വെച്ചിട്ട് അവന്റെ ഇന്റലക്റ്റിനെ നമുക്ക് അളക്കാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. അംഗീകരിക്കും മനുഷ്യ. അവനാ ചെറിയ പ്രായത്തിൽ 9ാം ക്ലാസ്. അപ്പൊ ഉദയകുമാർ ഡാൻസർ അല്ലേ? അപ്പൊ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ അന്ന് കുട്ടിയല്ലേ, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മോനെ ഇങ്ങനെ എസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി, അവിടെ പോയി ഇരുന്നാൽ മതി. അങ്ങനെ പോയി ഇരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് അന്നത്തെ ബേസിലിന്റെ ഐക്യൂനെ ഒന്നും അളക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ഐക്യൂ ഒന്നും അളക്കാൻ അല്ല, നല്ലതാ. അതിന് തോറ്റല്ലോ. ജയിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് ഡിസ്കഷന് പോലും കാര്യമുണ്ട്. പിന്നെ ഡിസ്കഷന്റെ പോലും ആവശ്യം. അത് കഴിഞ്ഞിട്ട് ഒരു ഗിറ്റാറൊക്കെ പിടിച്ചൊരു പടം ഇട്ടായിരുന്നു പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ. അത് ശ്രദ്ധിച്ചിരുന്നോ? പാട്ടിലും എനിക്ക് പ്രാവീണ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ. അവൻ എന്തിലാ ഇതിന്റെ പേരെന്താ? പ്രാവീണ്യം പ്രാവീണ്യം അതില്ലാത്തത്. അവൻ തന്നെ ഒരു മാടപ്രാവനം പോലത്തെ.
അവൻ എല്ലാത്തിലും പ്രാവീണ്യം ഉണ്ടല്ലോ. ഈ നീരജ് മാധവന് എൻജെന്ന് ഉള്ളൊരു സ്റ്റൈലിലേക്കും അവിടെ ഒരു റാപ്പറൊക്കെ ആയിട്ട് മാറിയിട്ട് കരിയർ വേറെ രീതിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ. അത് മൊത്തം നോക്കിക്കാണുന്ന ധ്യാൻ അതെങ്ങനെയാ ഉൾക്കൊണ്ടിരുന്നത്? അവൻ എൻ്റെ സുഹൃത്താണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് അവൻ അതിന് ഒരു സംഗീതത്തോടും അവൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കപ്പിയാരി ചെയ്യുന്ന സമയത്തും ഇത് ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും പാട്ടിനോടും അല്ലെങ്കിൽ നൃത്തം, ഡാൻസ്, കാരണം അവൻ ഡാൻസറായിട്ട് വന്ന ആളാണ്. അപ്പൊ അവൻ ഇതിനൊരു എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ, കാരണം അവൻ കേരളത്തിൽ ജീവിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും ഒരു അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണ് പുള്ളി. മനസ്സിലായില്ലേ? നമ്മളെ മറ്റേ മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്ന പോലെ എന്റെ ഡ്രൈവർ കഷ്ടകാലത്തിന് അമേരിക്കയിൽ നിന്നാണ് ഡ്രൈവിംഗ് പഠിച്ചതെന്ന് പറഞ്ഞ പോലെ നമ്മളെ പറഞ്ഞ പോലെയുള്ള കാര്യമാണ് അവന്റെ. മനസ്സിലായില്ലേ? അപ്പം ഇപ്പോഴും ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ പിന്നെ പുള്ളി എന്നെ പറ്റി എന്തൊക്കെയോ പല ഇന്റർവ്യൂവിലും പറഞ്ഞു, അവനെ പറ്റി പൊക്കി പറയാൻ പറ്റില്ല. പക്ഷെ പുള്ളി ആഗ്രഹിച്ച ജീവിതം ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, കാരണം അവന്റെ കരിയർ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് പോയിട്ട് ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു വെബ് സീരീസിൽ ഹിന്ദിയിൽ പോയിട്ട് ഡയലോഗ് പറഞ്ഞ് അവിടെ ഓഡിഷൻ ചെയ്ത് അവിടെ സെലക്റ്റഡ് ആയിട്ട് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥാനത്തിൽ പോയിച്ചത് ഭയങ്കര അവന്റെ സക്സസിനെയും അവന്റെ ഈ ഷിഫ്റ്റിനെയും ഒക്കെ തന്നെ ഭയങ്കര സന്തോഷത്തോടെ നോക്കിക്കാണും. സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ജയിലർ ഇറക്കിയപ്പോ ധ്യാൻ ശ്രീനിവാസൻ ജയിലർ ഇറക്കി, തഗ് ലൈഫ് ഇറക്കിയപ്പോ ധ്യാൻ ശ്രീനിവാസൻ തഗ് ഇറക്കി. ഇതൊന്നും ഞാനല്ല ഈ ജയിലറിനെ അവതാർ ഇറക്കിയപ്പോ നിങ്ങൾ വീഗ ഇറക്കി. ഇതൊക്കെ ഇതിന്റെ സംവിധായകരും ഇതിന്റെ പ്രൊഡ്യൂസർമാരും അവര് തീരുമാനിക്കുന്ന സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ ജയിലർ ആയിക്കോട്ടെ, ജയിലറിന്റെ കൂടെ ജയിലർ ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ ഒരിക്കലും പറയില്ല. തഗ് ലൈഫ് തഗ്ഗിൽ ഞാൻ ഒരു അര ദിവസത്തിൽ ഞാൻ ഒരു സീനിൽ മാത്രമേ ഉള്ളൂ ആ പടത്തിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ അവരുടെ തീരുമാനമല്ലേ. അശ്വന്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അല്ല, ഞാൻ പറയാന്ന് വെച്ചാ നമ്മുടെ ജോലി എന്താണ്, നീ അപ്പൊ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞു, നീ നാളെ ഡയറക്റ്റ് ചെയ്യുമ്പോഴും എന്നെ ഒരു ജോലിക്ക് വിളിക്കുവാണെങ്കിൽ ഞാൻ അവിടെ വരും. കാരണം നീ എന്നെ ഇവിടുത്തെ വലിയ പ്രധാന നടനായിട്ടും നായക നടനായിട്ടൊന്നും കാണണ്ട. ഞാൻ എല്ലാ ക്യാരക്ടർ റോൾ ചെയ്യുന്നു. ഇപ്പം ഞാൻ മലയാളിയിൽ ക്യാരക്ടർ റോൾ ചെയ്തു, ഓക്കെ, പ്രിൻസിൽ ചെയ്തു, ഞാൻ ആ ക്യാമിയോസ് ചെയ്യുന്നു, ഞാൻ അതിനോടൊരു ഡിറ്റക്റ്റീവ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് എന്റെ ജോലി എന്താണോ ആ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു, ഞാൻ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നില്ലേ, നിങ്ങൾ എന്നെ വിളിക്കൂ. ചോട്ടമുമ്പേ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചോട്ടമുമ്പയുടെ ഒരു സ്പേസ് എന്ന് വെച്ചാൽ അതിനകത്ത് കഥയില്ല, ഇൻസിഡൻസ് മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു സാധനം തന്നെ ലവ് ആക്ഷൻ ഡ്രാമ, കഥയില്ല, ഇൻസിഡൻസ് ആണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോ ധ്യാൻ ശ്രീനിവാസന്റെ ആ ഒരു തമാശ ഫൺ വേൾഡില് ലാൽ സാറിനെ കൊണ്ട് പ്ലേസ് ചെയ്യുക, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നതും ഞങ്ങൾ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പൊ ഞാനും വിശാഖം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്ന ഒരു സിനിമ അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഒരുപാട് സിനിമകളുടെയിൽ ഇത് വിശാഖം ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ നമ്മുടെ അതിലൊരു കഥയുണ്ടായിരുന്നു, കുറെ മുന്നേ ആലോചിച്ചാണ്. അതിങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹങ്ങളാണല്ലോ. അപ്പം ആർക്കാണ് ലാൽ സാറിനെ വെച്ചിട്ട് മമ്മൂക്കിനെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹമില്ലാത്ത? അപ്പോൾ എൻ്റെ ആഗ്രഹം ഈ പറഞ്ഞ പോലെ നമ്മൾ ത്രില്ലറിൽ ലാൽ സാർ ഇപ്പം എമ്പുരാൻ വരുന്നു, തുടരും വരുന്നു. പക്ഷെ ഇത് ചോട്ടാ മുംബൈ വരുമ്പോൾ അവിടെ സെലിബ്രേഷൻ ആണ്. മനസ്സിലായില്ല, മോഹൻലാലിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്റെ സെലിബ്രേറ്റ് വെച്ചാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം സ്ക്രീനിൽ സെലിബ്രേഷൻ ആണ്. മനസ്സിലായില്ലേ, നമ്മൾ പുറത്ത് ഡാൻസ് കളിക്കുന്ന അദ്ദേഹം അകത്ത് ഡാൻസ് കളിക്കുന്നു. അങ്ങനത്തെ ഒരു സിനിമ വരണം, സിനിമ കാണണമെന്ന് എനിക്കും വിശാഖിനും. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സുഹിത്രാക്കയും ഞാനും പ്രണവും കൂടെ ഫ്ലൈറ്റിൽ പോകുന്ന സമയം ഞാൻ പ്രണവിനോടും ഞങ്ങൾ പറഞ്ഞാടാ ഞാനൊരു സംഭവം ആലോചിക്കുന്നുണ്ട്, ഞാൻ അതിനായിട്ട് നടക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, ഒരു 10% സാധ്യതയുള്ളൂ. പക്ഷെ ഞാൻ പോയിട്ടൊരു ശ്രമം നടത്തും, ഞാൻ പോയൊരു കഥ പറയും ചിലപ്പോൾ. ഈ ജയിക്കട്ടെ അല്ല, അത് ഇപ്പോഴാണെന്നോ ഒന്നുമില്ല, ഗ്രാഫിക്സ് അപ്പൊ വിശാഖ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കഥകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൈൻഡ് ഓഫ് നമ്മുടെ എൻ്റെ ടൈപ്പ് ഓഫ് ഒരു വേൾഡ്, ഹ്യൂമർ വേൾഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പുള്ളിനെ വിത്ത് മാസിവ് മറ്റേ ഡാൻസ്, പാട്ട്, അടി പിടി, മസാല, അങ്ങനത്തെ ഒരു പടം ഇനി അതും കൂടെ കാണണമെന്ന് ആഗ്രഹം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നമ്മളെല്ലാം പുള്ളിയുടെ പല 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 നമ്മൾ കഴിഞ്ഞ കുറച്ച് സിനിമകൾ കണ്ടുവരുന്നതിൽ നമ്മൾ കാണുന്ന പുള്ളിയുടെ സീരിയസ് ഇന്റൻസ് സ്ഥാനത്തുനിന്ന് ഒരു ഔട്ട് ആൻഡ് ഔട്ട് മോഹൻലാൽ ലാൽ ഷോ
ഒരുപാട് സന്തോഷം. ആൻഡ് ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ധ്യാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂകളിലൂടെ ആളുകൾക്ക് സന്തോഷം കിട്ടുന്നു, ആളുകളുടെ സ്ട്രെസ് റിലീഫ് ആക്കുന്നു എന്നൊക്കെ. അതൊക്കെ വലിയ കാര്യമാണ്. അതിന് വേറെ കുറെ പദ്ധതികളൊക്കെ ഒരുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ആൾക്കാർ തന്നെ അത് കേട്ടിട്ട് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കുറെ സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റുമാര് ഇവരൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യകക്ഷികളായിട്ട് ഒരുപാട് പേര് വന്നു. അപ്പൊ ഞാൻ അവരുമായിട്ട് ഇപ്പൊ കുറച്ച് പരിപാടി കഴിഞ്ഞാൽ ഞാൻ അവരുമായിട്ട് എല്ലാവരുമായിട്ട് ഒരു മീറ്റിംഗ് ഇരുന്നിട്ട് ഗ്രാജുവലി അത് തുടങ്ങാനും. എല്ലാം ശരിയാവട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. താങ്ക് യു. ലാൽ ഷോ നടക്കുന്നത് പോലെ ഒരു ധ്യാൻ ഷോയും നടക്കട്ടെ. എവിടെ ലാൽ ഷോ പറഞ്ഞില്ലേ, ഔട്ട് ആൻഡ് ഔട്ട് ലാൽ ഷോ. ധ്യാൻ ഷോയും നടക്കട്ടെ. അതെ, എനിക്ക് അങ്ങനെ സിനിമ അഭിനയിച്ച് വലിയ പരിപാടി ചെയ്യണം എന്നുള്ളതൊന്നും ഇപ്പം മനസ്സിലെന്തായാലും ഇല്ല. നേരത്തെ ഒരുപാട് നന്ദി. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.